പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് കാത്തലയ്ക്ക് പകരമായിട്ട് പുതിയ കോച്ചിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ISL എക്സ്പീരിയൻസ് ഉള്ള കോച്ചായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരുന്നത്. അങ്ങനെ ഇപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വരവിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയൊരു വിദേശ താരത്തിനെ കൂടി ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മൊറോക്കൻ മിഡ്ഫീൽഡറായിട്ടുള്ള കരീം ബെനാറിഫ് എന്ന താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ക്ലബ് ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരു വിദേശ താരം ക്ലബ് വിട്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതോടെ ഉറപ്പായിട്ടുണ്ട്. നിലവിൽ ലീഗിൽ 13ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. കളിച്ച 6 മത്സരങ്ങളിൽ 5 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ഒരു പോയിന്റ് മാത്രമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി റെലഗേഷനിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ പോയിന്റുകൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ മതിയാകൂ. ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന ഈ ഒരു പരിശീലകന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ISLൽ ATK, ബംഗളൂരു FC, പഞ്ചാബ് എന്നീ ടീമുകളെല്ലാം പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു കോച്ച് കൂടിയാണ് ഇദ്ദേഹം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറായിട്ടുള്ള കരീം ബെനാറിഫ് എന്ന താരത്തിനെ കുറിച്ചൊന്ന് നോക്കാം. 33 വയസ്സ് പ്രായം വരുന്ന ഈ ഒരു താരം സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാർലോൺ റോസ് എന്ന ഒരു താരത്തിന്റെ പകരമായിട്ടായിരിക്കാം കരീം ബെനാറിഫ് എന്ന ഈ ഒരു മൊറോക്കൻ മിഡ്ഫീൽഡറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. കാരണം മാർലോൺ റോസിന്റെ പ്രകടനം നമുക്കറിയാം വളരെ മോശം തന്നെയായിരുന്നു. യാതൊരുവിധ ഒരു ക്വാളിറ്റി പോലും മാർലോൺ റോസിന്റെ പ്രകടനത്തിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാർലോൺ റോസിന്റെ പകരമായിട്ടായിരിക്കാം ഈ ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല കരീം ബെനാറിഫ് എന്ന ഈ ഒരു താരത്തിന് റൈറ്റ് മിഡ്ഫീൽഡറായിട്ടും സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ സാധിക്കും. ഈ ഒരു താരം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് കർബാള FC എന്ന ഒരു ഇറാഖിയൻ ക്ലബിന് വേണ്ടിയായിരുന്നു. എന്തായാലും ഈ ഒരു താരമിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഏപ്രിൽ 5-ന് സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെയാണ്. എന്തായാലും ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന ഈ ഒരു പരിശീലകന്റെ കീഴിലെ ആദ്യ മത്സരമായിരിക്കും അത്. എന്തായാലും ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.